ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ മൈസൂർ ട്രിപ്പ് വോളിയം 5-ൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീരംഗപട്ടണത്തിനെ പറ്റിയാണ്. അപ്പോൾ ശ്രീരംഗപട്ടണം എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ ഇതിൻ്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലമാണ്, ടിപ്പു സുൽത്താൻ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഖബർ വിശ്വസ്തരായ ഭടന്മാരുടെ ഖബറുകളാണ്. അതിൽ പ്രധാന ഖബറുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ആദ്യമായിട്ട് ഹൈദരാലിയും അദ്ദേഹത്തിൻ്റെ ബീവിക്കും വേണ്ടിയുള്ള ഖബറായിരുന്നു. പക്ഷേ പിന്നീട് ടിപ്പു സുൽത്താൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് ഇതിൽ തന്നെ ഖബറടക്കാൻ സമ്മതിച്ചു. ഇതെല്ലാം വിശ്വസ്തരായ ഭടന്മാരുടെ ഖബറുകളാണ്. നമ്മൾ അകത്തോട്ട് കയറിയില്ല. അപ്പോൾ അകത്ത് ആ റോയലായിട്ട് നമ്മൾ കണ്ടതാണ് ഈ ടിപ്പു സുൽത്താൻ്റെത്. അതിൻ്റെ ഇപ്പുറത്ത് ഹൈദരാലിയുടെ ടിപ്പു സുൽത്താൻ്റെ ഉമ്മായുടെ. ബാക്കി ഈ കാണുന്നതെല്ലാം പുള്ളിയുടെ വിശ്വസ്തരായ ഭടന്മാരുടെ ഖബറുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ ഖബർ കണ്ടിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടിപ്പു സുൽത്താൻ കോട്ടയിലോട്ട് ശ്രീരംഗപട്ടണം പോയിക്കൊണ്ടിരിക്കുക. सर्कल है. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടിപ്പുവിൻ്റെ ബോഡി, വെടിയേറ്റ ബോഡി കിടന്നിരുന്ന ആ സ്ഥലമാണ്. ആ അടയാളം കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് പുള്ളിയുടെ ബോഡി കിടന്നിരുന്നത്. ടിപ്പു കോട്ടയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്. വിശാലമായ മുറ്റം. അപ്പോൾ ചെടികളെല്ലാം നല്ല നീറ്റായിട്ട് വെട്ടിയൊക്കെ നിർത്തിയിരിക്കും. ഇപ്പോൾ നമ്മൾ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും പീരങ്കികളും വലിയ പീരങ്കികളൊക്കെ ഇരിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവർ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്ത് അത് എടുക്കരുത്, വേളം വെക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതൊക്കെ നമ്മൾ ഒളിച്ചും പാത്തുമൊക്കെ എടുത്തതാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ കൊട്ടാര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ അവിടെ ഭിത്തിയിൽ ഇഷ്ടംപോലെ ഓയിൽ പെയിൻറ്റിങ്ങുകളുണ്ട്, നല്ല ഓയിൽ പെയിൻറ്റിങ്ങുകൾ. അതിൽ ടിപ്പുവിൻ്റെ 2 മക്കൾ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ മുമ്പിൽ കീഴടങ്ങുന്ന രംഗങ്ങളുണ്ട്. ടിപ്പു അവസാന ശ്വാസം വരെ ഫൈറ്റ് ചെയ്ത് അവസാനം മരിക്കുന്ന രംഗങ്ങളുണ്ട്. സ്റ്റോമിങ് ഓഫ് ശ്രീരംഗപട്ടണ ഇതിൻ്റെ പടമുണ്ട്. അതുകൂടാതെ അന്നത്തെ മഹാന്മാരുടെ കുറേ സ്കെച്ചുകളുണ്ട്. ഇപ്പോൾ അതുകൂടാതെ ഇഷ്ടംപോലെ ആയുധങ്ങൾ, അന്ന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, തോക്കുകൾ, കഠാരകൾ, ഇതെല്ലാം വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മ്യൂസിയം പോലെ തന്നെ തോന്നും. ഇപ്പോൾ നമ്മൾ കണ്ടത് ടിപ്പുവിൻ്റെ പാം ലീഫ് ഹാറ്റും സിൽക്ക് ഡ്രസ്സസുമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടിപ്പു ആസ് എ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരൻ്റെ വേഷത്തിൽ ടിപ്പു നിൽക്കുന്ന ഒരു പടം. അപ്പോൾ ഞാനിത് മൊത്തം നടന്ന് കണ്ടു. പക്ഷേ തണുപ്പ്, നമുക്കൊട്ടും ചൂടനുഭവപ്പെടത്തില്ല. അതാണ് ഈ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ടിപ്പുവിൻ്റെ സമ്മർ പാലസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഒട്ടും നമുക്ക് ചൂടനുഭവപ്പെടത്തില്ല. ഇതൊക്കെ പീരങ്കിയുടെ ഉണ്ടകളാണ്, ഇതിൻ്റെ അകത്തിട്ട് വെടിവെക്കാനുള്ള പീരങ്കികളാണ് ആയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ശ്രീരംഗപട്ടണത്തുള്ള ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളിൻ്റെ ഗോപുരമാണ് ഈ എടുത്തിരിക്കുന്നത്. ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ, ശ്രീരംഗപട്ടണം. അടുത്തത് നമ്മൾ കേണൽ ബെയ്ലീസ് ഡെങ്കൂണിനെ പറ്റിയാണ്. ഡെങ്കൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരാഗ്രഹം, ഇരുട്ടറ എന്നൊക്കെയാണ് അർത്ഥം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പുൽത്തകടിയുടെ താഴെയായിട്ടാണ് ഈ ഇരുട്ടറ. ആ കോർണറിൽ കാണുന്ന ചവിട്ടുപടിയിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ആ ജയിൽ. അപ്പോൾ ആ കാണുന്ന ഭിത്തിയിൽ കാണുന്ന ആ സ്ലാബിൽ വെച്ചാണ് ഇവരുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടിയിട്ട് അണ്ടർവെയർ മാത്രം ഇടിയിച്ചിട്ട് ഇതിലോട്ട് വെള്ളം നിറക്കും. വെള്ളം നിറച്ച് ഏകദേശം ഈ ശത്രുക്കളാണ് ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സാണ് ഇവരെ. അവരെ കൊണ്ടുവന്നിട്ട് സത്യം പറയിക്കാൻ ടിപ്പു ചെയ്യുന്ന ഒരു വിദ്യയാണിത്. അപ്പോൾ ഈ വെള്ളം ഒന്നാമത്തെ ദിവസം മുട്ടിന് താഴെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം തൊടയുടെ ലെവല്, അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഇത് മൂക്കിൻ്റെ അവിടം വരെ വരും. ആറാമത്തെ ദിവസം അദ്ദേഹം ഡെത്താകും. ഇദ്ദേഹം ഈ കേണൽ ബെയ്ലി കേണലായിരുന്നു എങ്കിലും അദ്ദേഹത്തിനെയും ഇതുപോലെ വധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 80 ബ്രിട്ടീഷ് പട്ടാളക്കാരെ ടിപ്പു ഇതുപോലെ കൊന്നിട്ടുണ്ട്. ഈ കൊന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഈ പട്ടാളക്കാരെ അപ്പുറത്ത് കാവേരി നദിയാണ്. കാവേരി നദിയിൽ ഇഷ്ടം പോലെ മുതലകളുണ്ട്. ആ മുതലൊക്കെ ഇട്ട് കൊടുക്കും. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അവിടെ ആ കാണുന്ന ഒരു ദ്വാരം, ആ ഭിത്തിയിലൊരു ചെറിയ ദ്വാരം കാണുന്നുണ്ട്. അതിലേക്കൂടെയാണ് ഇതിലോട്ട് വെള്ളം നടക്കുന്നത്. ഈ ഇതിലേക്കൂടെയാണ് വെള്ളം ഇറങ്ങിപ്പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പീരങ്കി കാണുന്നുണ്ട്. ഈ പീരങ്കി ടിപ്പുവിന് ഫ്രാൻസിൽ നിന്ന് കിട്ടിയതാണ്. ഇദ്ദേഹം ടൈഗർ ഹണ്ടിങ്ങിൽ ഭയങ്കര വിദഗ്ധനായിരുന്നു. ഇദ്ദേഹത്തിന് അതിൽ ഇഷ്ടം തോന്നിയിട്ട് ഫ്രാൻസുകാർ കൊടുത്തതാണ് ഈ പീരങ്കി. അപ്പോൾ ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 6.6 ടൺ ആണ് ഇതിൻ്റെ തൂക്കം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കേണൽ ബെയ്ലീസ് ഡെങ്കൂണിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ
ഇവിടെ കൊണ്ട് നമ്മുടെ മൈസൂർ ട്രിപ്പ് പാർട്ട് 5 അവസാനിക്കുന്നു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്